ഈ തവണ ബിഗ് ബോസിൽ വന്ന എല്ലാവരുടെയും ഏക ടാർജറ്റ് രേണു സുധിയാണ്. കാരണം ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാത്തിലും തന്നെ രേണു സുധി ഉണ്ടായിരുന്നു. രേണു ഉണ്ടാകുമെന്ന് 100% ഉറപ്പുമുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ വമ്പൻ നെഗറ്റീവും. അതുകൊണ്ട് തന്നെ രേണുവിനെ ടാർജറ്റ് ചെയ്താൽ തനിക്കും ഫേമസ് ആകാമെന്ന് എല്ലാവർക്കും അറിയാം. കേറിയപ്പോൾ തന്നെ അഭിലാഷ് അത് പറയുകയും ചെയ്തു. രേണുവായിരിക്കും എന്റെ ടാർഗറ്റ് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ചെറിയ തലവേദനയുടെ പേരും പറഞ്ഞ് രേണുവിന്റെ മെക്കിട്ട് കയറി. എന്നാൽ ലൈവ് കണ്ട എല്ലാവർക്കും രേണുവിന്റെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നും. കാരണം അത്രമാത്രം ക്ഷീണിച്ചായിരിക്കും എല്ലാവരും തന്നെ ബിഗ് ബോസ് ഹൗസിൽ എത്തിക്കാണുക. ഞാൻ ട്രെയിൻ കയറി വന്നപ്പോൾ തന്നെ തലവേദന ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് കൂടുകയും ചെയ്തു. അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നാണ് രേണു ചോദിച്ചത്. രേണുവിന്റെ കൂടെ തന്നെയാണ് ലൈവ് കണ്ട പ്രേക്ഷകരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ രാജാവിന് പകരം രാജ്ഞിയായിരിക്കുമെന്നും രേണു തന്നെയായിരിക്കും ഇത്തവണ കപ്പടിക്കുന്നത് എന്നും പല പോളുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാവരും ഒരു വൻ സ്ട്രാറ്റജി മെനഞ്ഞെടുത്തുകൊണ്ട് രേണുവിന് ഒരു വൻ സപ്പോർട്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.